നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആലപ്പുഴയിലെ കായലിൽ കൂടിയുള്ള കേരള സ്റ്റേറ്റ് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേഗ 2 എന്ന ലക്ഷൂറിയസ് ബോട്ടിൽ നടത്തുന്ന ഒരു ബോട്ട് യാത്രയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ബോട്ടിൻ്റെ ഉൾവശമൊന്ന് കാണാം. വളരെ മനോഹരമായ ഒരു ബോട്ടാണിത്. ബോട്ടിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ബോട്ടിൻ്റെ ടൂർ കോർഡിനേറ്റർ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. സംരംഭമാണ്. അത് എ സി ഉണ്ട്. ഇത് എ സിയിൽ ഇത് 40 സീറ്റാണ് ഇതിനകത്തുള്ളത്. 40 സീറ്റ്, ഒരു സീറ്റിൽ 100 രൂപയും നോൺ എ സി ആകുമ്പോൾ നോൺ എ സിയിൽ ഒരു സീറ്റിന് 400 രൂപയാണ് ചാർജ്. ഇതിനകത്ത് മൊത്തം ഇതിൻ്റെ ട്രാവൽസ് സമയം എന്ന് പറയുന്നത് 11 മണിയാണ്. അല്ല, ട്രാവൽ സമയം 5 മണിക്കൂറാണ്. 11 മണിക്ക് ബോട്ട് വിടും, 4 മണിക്ക് തിരിച്ചു വരും. ഉച്ചയ്ക്കുള്ള ഊണ്, ചായ, സ്നാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോട്ടിനകത്ത് തന്നെ ഉണ്ട്. അത് കുടുംബശ്രീയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. നമ്മൾ 11 മണിക്കാണ് വിടുന്നതെങ്കിലും നമ്മളൊരു 10 മണി മാക്സിമം 10:30 തന്നെ ബോട്ടിൽ കയറാനായിട്ട് തയ്യാറായി വരണം. എന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് സീറ്റ് നമ്പർ ഇല്ല. സീറ്റ് നമ്പർ ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പം സാറും ഫാമിലിയും വരുമ്പോൾ സാറിനും ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് യാത്രയാണെന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ഏത് വാഹനത്തെ പോലെ ഉണ്ടാവും. അത് ചെയ്ത് തരാൻ വേണ്ടിയാണ് ഈ സമയത്ത് വരാൻ പറയുന്നത്. പിന്നെ 4 മണിക്ക് തിരിച്ചിവിടെ വരും. 50 കിലോമീറ്ററാണ് ഇത് കവർ ചെയ്യുന്നത്. അതാണ് എൻ്റെ ബേസിക്. അപ്പോൾ ഇതാണ് 400 രൂപയാണ് ഇതിന് ഒരാൾക്ക് എക്സ്പെൻസ് വരുന്നത്. ബോട്ടിൻ്റെ ചാർജ് മാത്രം. എ സിയിലാണെങ്കിൽ 600 രൂപ. 5 മണിക്കൂർ യാത്രയാണ്. വളരെ നല്ല ബോട്ടാണിത്. അപ്പം നിങ്ങൾ ഈ ബോട്ടിൻ്റെ ഉൾവശമെല്ലാം കണ്ട് മനസ്സിലാക്കി കാണുമല്ലോ. 120 ആൾ ആണ് ഇതിന് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത്. 45 ആൾ എ സിയിലും 75 ആൾ നോൺ എ സിയിലും. ബുക്കിങ്ങിനായിട്ട് നേരത്തെ പൈസയൊന്നും കൊടുക്കണ്ട. പക്ഷേ നേരത്തെ നമ്മൾ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സീറ്റ് കൺഫേം ചെയ്യും. ബോട്ടിനകത്ത് കയറിയതിന് ശേഷം മാത്രം നമ്മൾ ചാർജ് കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ബോട്ടിൽ യാത്ര പുറപ്പെട്ടു. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന്. ഇങ്ങനെ നമുക്ക് ഒരുപാട് ശിക്കാരി വള്ളങ്ങൾ ഇവിടെ കാണാം. ചെറിയ ചെറിയ ബോട്ടുകൾ. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് പുന്നമട കായലിലേക്കാണ്. ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ചെറിയ പാസേജിൽ നിന്ന് കായലിലേക്ക് കിടക്കും. പുന്നമട കായലിലേക്ക് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ബോട്ട് ബുക്ക് ചെയ്യുന്നതിന് വേണ്ട നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ വള്ളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സമീപവാസികൾ പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മളങ്ങനെ പുന്നമട കായലിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ വലതുവശത്ത് കാണുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി കിട്ടുന്ന സ്റ്റേജാണ്. ഫൈനൽ പോയിൻ്റാണ് ഇവിടെ. ഏതാണ്ട് 1200 മീറ്ററാണ് ഈ വള്ളംകളി നടക്കുന്ന ഡിസ്റ്റൻസ്. ഇവിടെയാണ് ഹൗസ് ബോട്ടുകളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത്. വളരെയധികം ഹൗസ് ബോട്ടുകൾ നിങ്ങൾക്കിവിടെ കാണാം. പൊന്നോടൽ കായൽ ഈ തുടങ്ങുന്ന ഭാഗത്താണ് കൂടുതലും ഹൗസ് ബോട്ടുകളുള്ളത്. കൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിലായിട്ട് കാണാം. ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയാണ്. നമ്മളങ്ങനെ പുന്നമടൽ കായലിൽ ഹൗസ് ബോട്ടുകളുടെ അടുത്ത് കൂടെ നമ്മൾ ബോട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് യാത്ര നടത്തുമ്പോൾ നമുക്കിങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ധാരാളം കാണാൻ കഴിയും. ചെറിയ വള്ളങ്ങളും അതുപോലെ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നതെല്ലാം വളരെ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ വളരെ വലിയ ബോട്ടായതുകൊണ്ട് തന്നെ യാതൊരുവിധ അനക്കവുമില്ല ഈ ബോട്ടിനകത്ത്. ഇതിനകത്ത് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ബോട്ടിൻ്റെ പുറകുവശത്തേക്ക് നമുക്ക് നിന്ന് ബാക്ക് സൈഡിലേക്കൊക്കെ 2 സൈഡും തുറസായിട്ട് നിന്ന്
കാഴ്ചകൾ കാണാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഫ്രണ്ടിലും നമുക്ക് കുറച്ച് ആൾക്കാർക്ക് വന്ന് നിന്ന് ഫ്രണ്ടിലെ കാഴ്ചകളും കാണാനുള്ള സൗകര്യമുണ്ട്. ഒരു സ്പീഡ് ബോട്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ ബോട്ടിൻ്റെ അടുത്ത് കൂടെ വന്നു. ഞങ്ങളുടെ ബോട്ട് കണ്ടപ്പോൾ അവരൊന്ന് വട്ടം കറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയി. വളരെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു കായലാണ്. നമ്മൾ ഈ ബോട്ടിൽ നിന്ന് നോക്കിയാൽ മറുദൂരം കാണുന്നില്ല, അത്രയധികം ദൂരെയാണ്. അങ്ങനെ ഇതിലുള്ള യാത്രക്കാരെല്ലാം വളരെ ആഘോഷത്തോടെ പാട്ടും ഡാൻസുമായിട്ടാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. ബോട്ടിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുൻഭാഗത്തേക്ക് നടന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറച്ച് പേര് ഫ്രണ്ടിലുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടി അവിടെ ഒരുമിച്ച് നിൽക്കാൻ സ്ഥല സൗകര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവർ ബാക്ക് സീറ്റിലേക്ക് പോന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ആകെ 20 പേര് മാത്രമേ ഈ യാത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമായിരുന്നു. ഞങ്ങളുടെ കൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു റിട്ടയർഡ് ഓഫീസറുണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കാണ് വന്നത്. പക്ഷേ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം ഡാൻസ് ചെയ്യാനൊക്കെ ആഗ്രഹമായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്പനേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ക്യാബിനകത്തേക്ക് കയറി. ഇവിടെ ഇലക്ട്രോണിക് ഡിജിറ്റൽ മീറ്ററെല്ലാം വെച്ചിട്ടുണ്ട്. അതിനകത്ത് കണ്ടു 15 മീറ്റർ ആഴത്തിലാണ് വെള്ളം ഇപ്പോൾ ബോട്ട് പോകുന്ന സ്ഥലത്ത്. അവിടെ നേരെ കാണുന്നതാണ് പാതിരാമണൽ എന്ന ദ്വീപ്. കണ്ടൽക്കാട് കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപാണ്. ഞങ്ങളിവിടെ ഉച്ചയ്ക്കാണ് എത്തിയത്. ഈ കണ്ടൽക്കാടിൻ്റെ കാഴ്ചകൾ, ഈ പാതിരാമണലിൻ്റെ കാഴ്ചകൾ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി ഇത് കണ്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബോട്ടിൽ തന്നെ ആയിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണം. കുടുംബശ്രീ ആയിരുന്നു ഭക്ഷണം ഞങ്ങൾക്ക് തന്നത്. ഈ യാത്രക്കിടയിൽ ഞങ്ങൾ ആകെ ഇറങ്ങിയൊരു സ്ഥലം ഈ പാതിരാമണലിലായിരുന്നു. പാതിരാമണലിലെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. അത് വേറൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് യാത്ര തുടർന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏതാണ്ടൊരു 3 മണിക്കൂർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് ഇനി 3 മണിക്കൂർ കൂടി യാത്രയുണ്ട്. 4 മണി വരെ 3 മണിക്കൂർ ഈ കായൽ കൂടിയുള്ള യാത്ര തന്നെയാണ്. ആ യാത്ര ഞാൻ ഏതാണ്ടൊരു 10 മിനിറ്റ് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ബോട്ട് യാത്ര നടത്താത്ത, തീരെ പോകാത്ത ആൾക്കാർക്ക് അത് കാണാൻ രസമുള്ളൊരു കാഴ്ചയായിരിക്കും. കൂടുതലായിട്ട് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
അല്പം കൂടി കഴിഞ്ഞാൽ നമ്മളിവിടെ ആർ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണും. അവിടെയുള്ളൊരു പ്രത്യേകത, ഈ കായലിലെ വെള്ളത്തിനേക്കാളും ഏതാണ്ട് ഒരു 3 മീറ്റർ താഴെയാണ് അവിടെ കരഭൂമി. ചുറ്റും ബണ്ട് കെട്ടിയിട്ടാണ് ആ കരഭൂമി നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ അധികം കൃഷിയൊന്നും നടക്കുന്നില്ല. വെള്ളം കയറിയിട്ട് ഒക്കെ കൃഷിയെല്ലാം നശിച്ചു. ഞങ്ങളതെല്ലാം കണ്ടിട്ട് യാത്ര പുറപ്പെട്ടു. വീണ്ടും നമ്മളിങ്ങനെ പോയിട്ട് കുമരകത്ത് ചെന്നിട്ടാണ് തിരിയുന്നത്. കുമരകം വരെ പോയിട്ട് അവിടെയുള്ള റിസോർട്ടുകളുടെയൊക്കെ അടുത്ത് കൂടെ പോയിട്ട് നമ്മൾ തിരിഞ്ഞു. ഏതാണ്ട് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് കുമരകം. കുമരകത്തിൻ്റെ അടുത്ത് പോയിട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഏതാണ്ട് ഒരു റൗണ്ട് അടിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ പോയ വഴിക്കല്ല തിരിച്ചു വരുന്നത്, ഒന്ന് വട്ടം ചുറ്റിയിട്ടാണ് വരുന്നത്. നമുക്കിനി ഈ കാഴ്ചകളെല്ലാം കണ്ട് യാത്ര തുടരാം.
അങ്ങനെ നമ്മുടെ ഈ ബോട്ട് യാത്ര ഇവിടെ ഏതാണ്ട് അവസാനിപ്പിക്കാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ ആലപ്പുഴ ബോട്ട് യാത്ര, ഈ ആഡംബര ബോട്ടിലുള്ള യാത്ര ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുടുംബസമേതം ഫ്രണ്ട്സെല്ലാമായിട്ട് വന്ന് യാത്ര ചെയ്യണം. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സംവിധാനമാണിത്. കേരള ഗവൺമെൻറ്റിൻ്റെ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ യാത്രയ്ക്ക് വരിക. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു സ്ഥലമായിട്ട് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.